ഇറാൻ പാർലമെൻറ്റിൻ്റെ സ്പീക്കർ തന്നെ പറഞ്ഞൊരു കാര്യം, 21 മണിക്കൂർ നടന്ന ആ ചർച്ചയിൽ, ഇസ്ലാമാബാദ് ചർച്ചയിൽ ഈ അമേരിക്കൻ ഡെലിഗേഷനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ ഐസക് പറഞ്ഞത് ഇസ്രയേലിൻ്റെ കോൾ വരുന്നിടത്ത് വെച്ചാണ് ജെ ഡി വാൻസിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ ആ ചർച്ച പൊളിയുന്നത് എന്ന് പറഞ്ഞതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ഇസ്രയേലിൻ്റെ റോള്, ഈ ചർച്ച തന്നെ പൊളിക്കുന്നത് ആര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിലടങ്ങിയിട്ടില്ലേ? ജോസഫൻ, ഈ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പശ്ചിമേഷ്യൻ വിഷയത്തിൻ്റെ യഥാർത്ഥ കോർ, എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കണമെന്ന് നിരന്തരമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ആണവ പദ്ധതി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തിനാണ് ഈ ഇസ്രായേൽ ഇറാൻ എന്ന രാജ്യം ആണവ പദ്ധതി ഉണ്ടാക്കുന്നതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അടിസ്ഥാനപരമായ പ്രശ്നം ഈ പശ്ചിമേഷ്യയിലെ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമരങ്ങളെ, ആ ജനാധിപത്യ സമരത്തെ, അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രമെന്ന് പറയുന്ന സ്വപ്നത്തെ, ആ സമരത്തെ സഹായിക്കുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട രാജ്യം ഇറാനാണ്. ആ ഇറാൻ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കണമെന്ന്. എന്തുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക് നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഈ ഇസ്രായേലിൻ്റെ പദ്ധതി എന്താണ്? എറക്സ് ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നമാണ്, ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ്. ആ ബിബ്ലിക്കൽ കോൺസെപ്റ്റിൽ എന്താ വരുന്നത്? ഇസ്രായേലുണ്ട്, പാലസ്തീനുണ്ട്, സിനായ് പ്രവിശ്യയുണ്ട്, ലെബനൻ്റെ ലിറ്ററി നദിയുള്ള തെക്കൻ ഭാഗമുണ്ട്, സിറിയയുടെ പ്രദേശമുണ്ട്, ഈ യോർദാൻ്റെ പ്രദേശമുണ്ട്. അതായത് ഈ പ്രദേശങ്ങളെല്ലാം അടങ്ങുന്ന വിശാലമായ ഇസ്രായേൽ രൂപീകരിക്കുക, അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാനാണ്. അതുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കണമെന്ന് പറയുന്നത്. അതല്ലാതെ നമുക്കെല്ലാവർക്കും അറിയാം, ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം NPT, നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഇറാൻ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആണവ പദ്ധതി അല്ലെങ്കിൽ ആണവ ബോംബിലേക്ക് പോകാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ എന്താ ചെയ്തിരിക്കുന്നത്? 1968 NPT ഉണ്ടാക്കിയത്. 1968 NPT ഉണ്ടാക്കുന്നതിന് മുമ്പ് നിയമവിരുദ്ധമായി രഹസ്യമായി ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് നിയമവിരുദ്ധമായി ആണവായുധം ഉണ്ടാക്കി കൈവശം വെക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറാൻ ആയുധം ഉണ്ടാക്കിക്കൂടാ? എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട കാര്യം, ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ കൊല്ലപ്പെട്ട ഫെബ്രുവരി മാസം 28 കൊല്ലപ്പെട്ട അലി ഖമേനി ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. ആ ഫത്വ എന്താണ്? ഒരു കാരണവശാലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല. അവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് ആണവായുധത്തിന്റെ എൻറിച്ച്മെന്റ് NPTയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. NPTയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ആണവായുധം എൻറിച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർ 3% എൻറിച്ച്മെന്റിൽ നിന്ന് എന്തുകൊണ്ട് അവർ 60% പോയി? 2015 അവർ ഒബാമയുടെ സന്ദർഭത്തിൽ ഒപ്പിട്ടതാണ്, ആണവ കരാർ ഒപ്പിട്ടു. അവരെല്ലാ കേന്ദ്രങ്ങളും ഇൻസ്പെക്ടർമാർക്ക്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർക്ക് തുറന്നു കൊടുത്തു. ആ 2018 ട്രംപ് വന്നതിന് ശേഷം ഈ കരാറിൽ നിന്ന് പിന്മാറുകയും കൂടുതൽ ഉപരോധങ്ങൾ അവരുടെ പുറത്ത് ഏർപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായിട്ട് കൂടുതൽ ലെവലിലേക്ക് എൻറിച്ച്മെന്റിലേക്ക് പോകാൻ ഈ ഇറാൻ ഉത്തരവാദി. അതാണതിലെ അത് താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒബാമയുടെ കാലത്ത് ഇറാൻ ആ കരാറിൽ ഏർപ്പെട്ടു. പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആ കരാർ തന്നെ റദ്ദ് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും പുതിയ കരാർ വേണം എന്നു പറഞ്ഞ് ഇറാന്റെ പുറകെ പോകുന്ന ഒരു ട്രംപിനെ കൂടി നമ്മൾ കാണുകയാണ്. അതാണ് മുമ്പ് പറഞ്ഞ സ്ഥിരതയില്ലാത്ത ട്രംപ് ലോകത്ത് സൃഷ്ടിക്കുന്ന അസ്ഥിരതയുടെ മറ്റൊരു ഉദാഹരണം. അതൊരു വലിയ യുദ്ധത്തിൽ എത്തി നിൽക്കുകയാണ്. അതിന് പിന്നിലെ കാരണങ്ങൾ എന്ത് എന്ന പ്രധാനപ്പെട്ട ആലോചനയിൽ യുദ്ധത്തിനപ്പുറം ഈ മേഖലയുടെ താല്പര്യങ്ങൾക്കപ്പുറമുള്ള കാരണങ്ങൾ കൂടി അതിനകത്തുണ്ടെന്ന് വരുന്നത് അവിടെയാണ്.